ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോഴേ ഞാൻ അപ്പയോട് പറഞ്ഞു മീനുകളൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളതില്ലെങ്കിൽ ചാളയാണെങ്കിലും വാങ്ങിച്ചോ, നമുക്ക് വേവിക്കുവോ, കായിട്ട് ഏത്തക്കായും മേടിച്ചോ, നമുക്ക് മുളക് ചാറെല്ലാം വേവിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വറക്കുവോ എല്ലാം ചെയ്യാന്ന്. പക്ഷെ എന്നാ പറ്റിയെന്നറിയാമോ, അപ്പം ചാളയുണ്ടായിരുന്നു, കുനുകുനുപ്പനായിരുന്നു. അതൊരു ഗുണമില്ല, വറുത്താലും തീരെ ചെറുത് അപ്പയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പ കൊച്ചു പരവ, വറക്കാൻ പാകത്തിനുള്ള പരവയും മേടിച്ചു, ചെമ്മീനും മേടിച്ചു. ചെമ്മീൻ ഇപ്പം ഏത്തക്കായിട്ട് മുളക് ചാറ് വെച്ചു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അയ്യോ എന്നാൽ ചെറിയ ചാളയാണെങ്കിൽ മേടിക്കാൻ മേലാഞ്ഞോ, ഇരുമ്പുളി ഉണ്ടായി കിടപ്പുണ്ട് പീര പറ്റിക്കാൻ. അപ്പൊ എന്നോട് അത് പറഞ്ഞു വിടണ്ടേ. അപ്പൊ ഞാനും ഓർത്തില്ല കേട്ടോ, അത് ദേ പീര പറ്റിക്കാൻ പാകായത്. ദേ ഇരുമ്പുളി, ഇത് അമ്മച്ചി നട്ട ഇരുമ്പുളി മരം, വർഷങ്ങളായിട്ടുള്ളത്. എത്ര വർഷമായെന്ന് പോലും എനിക്കറിയാൻ മേലാട്ടോ. പിന്നെ നമ്മൾ നട്ടത് രണ്ടും പുറകിൽ നിൽപ്പുണ്ട്. നീ നട്ടത് ഫംഗസ് ബാധ വന്ന് പോയി. പക്ഷേ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിക്കിളുത്ത ഇരുമ്പുളി മരം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ ഇരുമ്പുളി മരം, ഞാൻ നട്ട ഇരുമ്പുളി മരം അപ്പുറം നിൽപ്പുണ്ട്. അതും ഒരു പ്രാവശ്യം കൊമ്പൊടിഞ്ഞു പോയതാണ്, വീണ്ടും കിളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ വലിയൊരു സംഗതി പറമ്പിൽ കാണിക്കാനുണ്ട് നിങ്ങളെ. അതിനു മുമ്പ് വേറെ ചില സംഗതികൾ കാണിച്ചു തരാം. അങ്ങോട്ട് പോലെ കാന്ത ഇത് പാകി നിർത്തിയിട്ടുണ്ട്. ഇതേ പാകി നിർത്തി അങ്ങനെ അപ്ഡേഷൻ പിടിച്ചേ. വാടാമുല്ലയും ബന്ദി ദേ നല്ല കിളുത്തു, നോക്കിക്കേ. ഇത് കിളുത്തല്ലോ. അത് ബന്ദി, ഇത് വാടാമുല്ല, അത് വാടാമുല്ല. പർപ്പിൾ കളർ, നമ്മുടെ പർപ്പിള ബന്ദി ബന്ദി. ഇത് ഇതിൽ പാകാനിരുന്നല്ല, ബാക്കി വാടാമുല്ലയുടെ അരി ഇതിലേക്ക് അങ്ങ് പാകിയത്. അപ്പൊ അതും കിളുത്തു. അത് നമുക്ക് ഗേറ്റിന്റെ പുറത്ത് നടാട്ടോ. അവിടെ പുല്ല് അവിടെ നന്നാക്കിയിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാ, ഇനി പറമ്പിലെ വേറെ ചില സംഗതികൾ കാണിക്കാം. 500 കൂടെ ഉള്ളവൻ. ഇത് ഞാൻ മാറ്റി വെച്ചേക്കാം. കൊമ്പ ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. റെഡ് ലേഡി ആട്ടോ. ഇതൊട്ടും അങ്ങനെ കടിക്കാറില്ല, ഒന്നും ഇല്ല. അയ്യ കടിക്കാറുണ്ട്. എന്നറിയുമോ, അപ്പൊ കവർ ചെയ്തേക്ക് വരുന്നു. അത് മാറ്റിയതാ. ദേ നീ അത് 3-4 ദിവസം കഴിയൂ ഇത് ചെത്തണമെങ്കിൽ, പഴുപ്പ് ശരിക്കാവണമെങ്കിൽ. ഇത് ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ അപ്പ ചിലപ്പോ കൊമ്പ് വെട്ടും. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കൊമ്പ് ശരിയാ. അങ്ങനെ ദേ ചെമ്പരത്തിപ്പൂവിന്റെ അടുത്ത് നിന്ന് എടുക്ക. എന്നെ കാണണ്ട അറിയോ? അതന്നെ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പൂച്ചപ്പഴം. ദേ പൂവാ. ഇതേ അപ്പുറം ഒരു ഇതുണ്ട്, ഇതേ അപ്പുറം പൂവിട്ടു. ദേ കുറേ ഉണ്ട് കഴിഞ്ഞ്. ദേ അതല്ല, ദേ. പക്ഷെ എനിക്ക് ചെറിയൊരു സങ്കടം ഇതിലുണ്ട്. കാരണം എന്നോട് നമ്മുടെ അടുത്ത വീട്ടിലെ സ്വാതി പണ്ട് പറഞ്ഞില്ലേ, ഇതിലുണ്ടാവുകയാണെങ്കിൽ തന്നം കേട്ടോ ചേച്ചിന്ന്. പക്ഷെ സ്വാതി ഇപ്പൊ നാട് ജോലി സംബന്ധിച്ച് വെളിയിലേക്ക് പോയി. സ്വാതി ഇതിൽ പടം കാണുകൂട്ടോ, സ്വാതിക്ക് തരാൻ സാധിച്ചില്ല. ഇതേ ഇഷ്ടംപോലെ പൂവിട്ടു. നൈകക്കുട്ടിയെങ്ങാൻ വരുവാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ കേട്ടതേ. ഇവിടെയൊക്കെ ഉണ്ട്, ദേ നിറയുണ്ട്. ഇത് കാട്ടിലുള്ള ചെടിയാ. അത് തിരുമറിയൊരു മലയിൽ മുഴുവനും ഉള്ളത്. ദേ ഇവിടെയൊക്കെ ആയി, ഇതേ കായായി. ഇതില് കൊറേ പേര് ഇത് ചട്ടിയിൽ പിടിപ്പിക്കുന്നുണ്ട്. അത് അമ്മയുടെ ഫ്രണ്ട് മിനി ഇല്ലേ, ബാംഗ്ലൂർ, പുള്ളിക്കാരി അയച്ചു തന്നായിരുന്നു പടം ചട്ടിയിൽ പിടിപ്പിച്ചേക്കണത്. ദേ പിന്നെ കുറെ ഉണ്ട് ഇത്തവണതേ. കായായി കഴിയുമ്പോ നമുക്ക് കാണിക്കാം. ഇതിലെന്തായാലും പൂച്ച പോലെ ഇരിക്കുന്ന പഴം. ഇതെനിക്ക് എൻ്റെ നോബി കൊണ്ടുവന്ന് തന്ന കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെ നമ്മുടെ ഇവിടെയുള്ള കീരിപ്പഴം പൂച്ചപ്പഴം അവിടെ ഇല്ല നോബി, നമ്മുടെ മലയിൽ ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഈ മലയെന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിലാണ്. അപ്പൊ ഞങ്ങള് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടില് റബ്ബർ തോട്ടത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇതുപോലെ ഈ റബ്ബർ ഇപ്പം നമ്മളല്ല നമ്മൾ റബ്ബർ തൈ മേടിച്ച് കൊടുത്ത് നടിയിക്കും. അപ്പം അവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 കൊല്ലത്തേക്കൊക്കെ ഇങ്ങനെ കൊടുത്തേച്ച് ഈ പൈനാപ്പിൾ കൃഷി ഇടയ്ക്ക് നടത്തും അവർ. അപ്പം അത് നടത്തണത് കൊണ്ട് ബാക്കിയുള്ള സംഗതികളെല്ലാം റബ്ബർ വെക്കുമ്പോഴേ അവർ ഉഴുത് മറിച്ച് കളയും. അപ്പം അതുകൊണ്ട് അവിടെയൊന്നും ഇപ്പോൾ കിരിച്ചെടിയില്ല. അപ്പം നോബി പറഞ്ഞു, മറ്റേ മലയിൽ പോയി നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ കുഞ്ഞേച്ചി തീർച്ചയായിട്ടും കൊണ്ടേ തരാമെന്ന്. അത് എനിക്കത് അവിടെ കാട്ടുചെടിയായത്. എന്നിട്ട് അവനൊരു കവറിൽ അത് പിടിപ്പിച്ച് എനിക്കിവിടെ കൊണ്ടുപോയി തന്നത്. കഴിഞ്ഞ പോലെ ഇതിലുണ്ടായിരുന്നു, ഒറ്റ ഇതിൽ. ഇത്തവണ കൂടുതൽ പൂത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ശംഖുപുഷ്പം പൂ. ദിവസം ഒരേ പൂ ഉണ്ടടി വെച്ചേ. നോക്കട്ടെ കേട്ടോ, ഇവിടെ വിരിഞ്ഞ ഒരു പൂ ഉണ്ടായിരുന്നു, നോക്കട്ടെ. അത് വാടി. വടിയതല്ല, വിരിയാനുള്ളതാന്ന് തോന്നുന്നു. വെള്ള ശംഖുപുഷ്പം ഞാൻ കണ്ടിട്ടേ ഇല്ല. ശൈലയുടെ എവിടെ ഉണ്ടായല്ലോ. എന്നോട് പറഞ്ഞു തൈ തരാൻ ചേച്ചിന്ന്. ശൈലയുടെ എവിടെ ഉണ്ടായി? ഗേറ്റിന്റെ റൈറ്റ് സൈഡില് വള്ളി പോലെ കയറി വെച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടു. ഞാൻ പറയാറുണ്ട് എപ്പോഴും ഇവനോട്, വേഗം ഉണ്ടായിട്ട് വേണം എനിക്ക് ചായ ഉണ്ടാക്കി കുടിക്കാന്ന്. ഞാൻ പറഞ്ഞു ചായ ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടില്ല, ഒരെണ്ണം ഉണ്ടായാ മതി. അതെ.
എന്നാ ഇനി പോരട്ടോ നേരം പോലെ.